LDFിന്റെ പരാജയം താൽക്കാലിക പ്രതിഭാസമെന്ന അലക്സ് കണ്ണമല. ഇതിന് LDFിന്റെ ഭരണപരാജയമെന്ന് കാണാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ത്രിതല പഞ്ചായത്തിൽ ജില്ലയിൽ LDFിനുണ്ടായ തോൽവി താൽക്കാലിക പ്രതിഭാസമാണെന്ന് LDF ജില്ലാ കൺവീനർ അലക്സ് കണ്ണമല പറഞ്ഞു. ഈ പ്രതിഭാസം പരിഹരിക്കുവാൻ LDFിന് കഴിയും. ഈ തോൽവിയെ അതിജീവിച്ച് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF തിരികെ വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതൊരു താൽക്കാലികമായ ഒരു പ്രതിഭാസമെന്നല്ലേ ഉള്ളൂ. ആത്യന്തികമായ ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഈ താൽക്കാലികമായ ചില സാഹചര്യങ്ങളിൽ കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. LDFിന് അത് പരിഹരിക്കാൻ കഴിയും. ഇതിനേക്കാൾ മോശമായിരുന്നു 2010. അതിനെ അതിജീവിച്ചാണ് LDF 2025 എത്തിയത്. അതുകൊണ്ട് ഇത് LDFിനെ ഒരു തരത്തിലും ആത്യന്തികമായി ബാധിക്കത്തില്ല. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വരാൻ പോകുന്ന 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണി ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയും. എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. സ്ഥായിയായ തോൽവി നല്ലത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭരണപരാജയമെന്ന് ഈ തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തുവാൻ കഴിയില്ലെന്നും വോട്ടിംഗ് ശതമാനത്തിൽ വലിയ അന്തരം ഉണ്ടായിട്ടില്ലെന്നും അലക്സ് കണ്ണമല പറഞ്ഞു. തീർച്ചയായിട്ടും പാർട്ടി സംഘടന എന്നുള്ള നിലയിൽ പരിശോധന ഉണ്ടാവും. പരിശോധന ഇല്ലാതെ നല്ലതല്ല. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും അതാത് പാർട്ടികളുടെ കമ്മിറ്റികൾ കൂടി അവലോകനം നടത്തും. ആ കാര്യങ്ങൾ എന്തെങ്കിലും അപാകതകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അപാകതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരം കണ്ടെത്തും. അത് രാഷ്ട്രീയമാണല്ലോ, അല്ല രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെയല്ലേ. അങ്ങനെ തന്നെ പോകും. എല്ലാ പ്രശ്നങ്ങളും ചർച്ച ചെയ്ത് പരിഹരിക്കും. പക്ഷെ ഇതൊരു സ്ഥായിയായ അപകടമാണ് എന്നൊന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നില്ല. ഇതൊരു താൽക്കാലികമായി നടന്നിരിക്കുന്ന പ്രതിഭാസമാണ്. പ്രാദേശികമായ തലത്തിൽ വന്ന ഒരു ഭരണവിരുദ്ധത വന്നിട്ടുണ്ട്. ചില പഞ്ചായത്തുകളിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ ഉണ്ട്. അത് പരിഹരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ മുന്നണി കരുതുന്നത്.